31ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. 2023 ചിത്രങ്ങൾക്കുള്ള പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത്. ക്രിസ്റ്റോ ടോമി സംവിധാനം ചെയ്ത ഉള്ളൊഴുക്കാണ് മികച്ച മലയാള സിനിമ. ഇതേ സിനിമയ്ക്ക് തന്നെ മികച്ച സഹനടിക്കുള്ള പുരസ്കാരം ഉർവശിയും നേടി. ഉർവശിയുടെ 2ാമത്തെ നാഷണൽ അവാർഡാണിത്. മികച്ച സഹനടനുള്ള പുരസ്കാരം പൂക്കാലം എന്ന ചിത്രത്തിനു വേണ്ടി വിജയരാഘവൻ നേടി. മികച്ച എഡിറ്റിങ്ങിനുള്ള അവാർഡും പൂക്കാലത്തിന് തന്നെ മിഥുൻ മുരളിക്കാണ് ലഭിച്ചത്. മികച്ച പ്രൊഡക്ഷൻ ഡിസൈനിങ്ങിന് 2018 എന്ന ചിത്രത്തിന് വേണ്ടി മോഹൻദാസ് അർഹനായി. മിസിസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് റാണി മുഖർജിയാണ് മികച്ച നടി. മികച്ച നടനുള്ള പുരസ്കാരം 12th ഫെയിൽ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് വിക്രാന്ത് മാസിയും ഷാറുഖ് ഖാനുമായി പങ്കിട്ടെടുത്തു. ഇത്രയും വർഷത്തെ അഭിനയ ജീവിതത്തിലെ ഷാറുഖ് ഖാന്റെ ആദ്യ നാഷണൽ അവാർഡാണ് എന്നുള്ള പ്രത്യേകതയുമുണ്ട്. ജവാൻ എന്ന ചിത്രത്തിന് വേണ്ടിയാണ് അവാർഡ് ലഭിച്ചത്. അനിമൽ എന്ന സിനിമയിലെ റെക്കോർഡിങ്ങിന് മലയാളിയായ MR രാജകൃഷ്ണനാണ് അവാർഡ് ലഭിച്ചത്. ഈ വർഷത്തെ മികച്ച ചിത്രം വിധു വിനോദ് ചോപ്ര സംവിധാനം ചെയ്ത 12th ഫെയിലാണ്. അതോടൊപ്പം തന്നെ മികച്ച സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത് വിവാദ ചിത്രമായ ദി കേരള സ്റ്റോറിക്ക് വേണ്ടി സുദീപ്തോ സെന്നിനാണ്. മാത്രമല്ല മികച്ച ഛായാഗ്രഹനുള്ള പുരസ്കാരവും കേരള സ്റ്റോറിക്കാണ് ലഭിച്ചത്. മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം തമിഴ് മ്യൂസിക് ഡയറക്ടർ GV പ്രകാശ് കുമാറിനാണ്.